പൈസ ഇവിടെ വെക്കണം 100 റിയാല്. കാരണം ഭക്ഷണം കഴിച്ചു നിന്ന് എന്നെ എന്നെ വിളിച്ച് കൊണ്ടുവന്നിട്ട് പിസ്തോ കടന്നിറങ്ങിയ സ്ഥലത്തെ ഇപ്പൊ പുല്ല് പോലും ഇല്ലെന്ന് പറഞ്ഞ് പതിയെ കഴിക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് അങ്ങനല്ലല്ലോ കണ്ടീന്. ഞാൻ കണ്ടു. അപ്പൊ എന്താണ് വീഡിയോ ഇപ്പൊ വരാത്ത ചോദിക്കുക. വീഡിയോ നിർത്തിയോ, യൂട്യൂബ് നിർത്തിയോന്നൊക്കെ ചോദിച്ചവർക്ക് ഇല്ല, ഒന്നും നിർത്തിയിട്ടില്ല. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ യൂട്യൂബ് നമ്മൾ വീഡിയോസ് വരും. ഇപ്പൊ നമ്മള് കുറച്ച് ദിവസമായിട്ടുള്ളൂ വിടാന്നിട്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കണ്ടന്റുകളൊക്കെ കിട്ടണ്ടേ. പക്ഷെ ഉണ്ട്, അടിപൊളി കണ്ടന്റ് ഉണ്ട്. അപ്പൊ വരും. അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാല് നമ്മളിവിടെ ഉണ്ട്, കൊടുക്കും പോയിട്ടില്ല. വീഡിയോ നമ്മൾ വരും, ഉഷാറായിട്ട് വരും എന്ന് അറിയിക്കാണ്ട് ചെറിയ വീഡിയോ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കണൊക്കെ നിൽക്കി അടിച്ചു പിടിച്ചോളി. അപ്പൊ അല്ലാതെ വീഡിയോ ഷെയർ ചെയ്യാ, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാ. നിങ്ങൾക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, ഇതിൽ കമന്റിൽ ഇട്ടോളി എന്താണെന്നുള്ളത്. വാട്സപ്പിൽ കുറെ മെസ്സേജ് ഇങ്ങനെ വരും, അങ്ങനെ ഇങ്ങനെ. അത് നിങ്ങൾ കമന്റിലാണ് ഇട്ടോളി, ആൾക്കാർ കണ്ടോട്ടോ, ഒരു പ്രശ്നമില്ല നമുക്ക്, നിങ്ങൾ എന്തും ഇട്ടോളിന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഫുഡിൻ്റെതായിട്ട് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളിതിന്റെ മുന്നേ നമ്മളെ ഇതിലുണ്ടായിന് ചെങ്ങായി ഉണ്ട് കുഞ്ഞിപ്പ. അപ്പൊ ഓനമ്പാടെ കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഓന്റെ ഡ്യൂട്ടി വേറെ സമയം, എന്റെ ഡ്യൂട്ടി വേറെ സമയം. അപ്പൊ ഒരുമിച്ച് നമ്മൾ പെടുന്നില്ല. അപ്പൊ ഓൻ അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫുഡ് ചലഞ്ച് ആക്കിയാലോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓന്റെ എത്തിയിട്ട് നമ്മൾ തീരുമാനിച്ചു ഓനുണ്ടോ, തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓൻ്റെ അടുത്ത് വരെ കാര്യം ഒന്നും പറഞ്ഞില്ല, വീഡിയോ ഉണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഓൻ അറിയാം ഏതായാലും ഞാൻ വരികയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കണത് അവിടെ ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കണ്ടിട്ടോ, അതിലിങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. ഇതേതാട്ടോ മറ്റേ സ്റ്റോൺ ചെയ്തതാണ്. പിന്നെ ഇതാ ടൈൽസ് ഒക്കെ ഒട്ടിച്ച്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, വണ്ടി തരാൻ പറ്റിയ സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അങ്ങനെ നമ്മളെ എത്തി. നമ്മളെ വ്ളോഗിൽ ഫസ്റ്റായിട്ട് വന്നീനെ ഒരു കുരുത്തം കെട്ടവൻ. ഫുഡ് ഉണ്ടായിരുന്ന വണ്ടി എന്താണ് ഭക്ഷണം അത് വേണം. പക്ഷെ ചലഞ്ച് ഉണ്ട്. ഞാനോട് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് സാധനം ഞാൻ വാങ്ങിയാണ്, പിസ്സ വാങ്ങിയാണ്. ചലഞ്ച് പൈസ ഇവിടെ വെക്കണം 100 റിയാല്. ഒന്ന് പുള്ളി തിന്ന ആൾക്കാർ 100 റിയാൽ എടുക്കാം. ഇപ്പൊ തന്നെ വെക്കാം. 2 ഇവിടെ വെക്കണം. എന്നിട്ട് പുള്ളി തിന്നണം. ഇത് തിന്നാലും എനിക്കാ 100 റിയാൽ എടുക്കാം. അത് ഞാനും വെക്കണില്ലല്ലോ, എനിക്ക് 100 റിയാൽ ഇട്ടൂലേ അല്ലേ? അതല്ലേ ലാഭം. കാരണം ഭക്ഷണം കഴിച്ചു നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അതിന് വേറൊന്നുണ്ട്. ഇന്നാള് ഞാൻ വാങ്ങിത്തരാം വാന്ന് പറഞ്ഞാണ്ട് എന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഓനെ വിളിച്ചിട്ട് പോണെത്തില്ല, അവൻ കടന്നിറങ്ങി. അപ്പൊ ഞാൻ ഓനെ വിളിച്ചു വരുത്തി. അപ്പൊ ഇവരും ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഇടാത്തേന്ന്. അപ്പൊ ഇന്ന് വീഡിയോ മാടാ ഇവനെ പറ്റിച്ചു ചോദിച്ചാ. അല്ലെങ്കിൽ അവിടെ കടിക്കുക, ആ കടിയത്തെ ഫുള്ള് മെനു നിന്നാണെങ്കിൽ എനിക്ക് ഞാന് പിന്നെ 100 റിയാൽ തരാം. പിന്നെ എന്നാ പിന്നെ ഇത് ഫുള്ള് ഇത് കുടിച്ചാണെങ്കിൽ, ഇത് രണ്ടും ഇത് ഫുള്ളും കുടിച്ചാണെങ്കിൽ നമുക്ക് 100 റിയാൽ തരാം. 500 തന്നണല്ലോ, 500 തന്നണ. അപ്പൊ എനിക്കത്തും കിട്ടൂലല്ലോ. അപ്പൊ ഇത് ഞാൻ പട്ടിണിയാ വന്ന്, ഞാൻ ആദ്യം തിന്നാ. വേണ്ട, പകുതി ആരാ പിന്നെ വെള്ളം കുടിച്ചാതെ തിന്ന് നോക്കാം. വെള്ളം ലാസ്റ്റ്, ആരാ വെള്ളം കുടിച്ചാതെ തിന്ന് നോക്കാം. ഇത് 2 ഐറ്റംസ് ആണ്. ഒന്ന് ബാർബിക്യൂ. പറയാതെ വന്ന ചലഞ്ചിങ് ആയോണ്ട് നമ്മള് പ്രിപ്പയർ അല്ല. ഇന്ന് ഓഫർ ഉണ്ട് വെച്ചാണ്. എന്നാള് ഓഫറിന് കിട്ടീന, അന്ന് ഇജ്ജ് വന്നില്ല. അന്ന് ആരും വന്നപ്പോ വെച്ചപ്പോ ഓഫർ ഉണ്ട് പറഞ്ഞാണ്ട് ഓഫർ കിട്ടി. അപ്പൊ ഇന്ന് ഓഫർ ഇല്ല. ഭാഗ്യം വേണം, എനിക്ക് ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ഇതാ 2 എണ്ണം ബില്ലത്താ. ബാർബിക്യൂ പിന്നെ പിസ്തോ ചലഞ്ചിങ് ഒന്നിട്ടോ. എത്ര പീസ്? 8 പീസ്. 2, 4, 6, 8 പീസാണല്ലേ? പീസൊന്നും അറിയില്ല, ചെറിയതാണ്. ചെറിയത് ഇതിലേതാ? ബാർബിക്യൂ. അതാണ് ബാർബിക്യൂ. എനിക്കറിയാതാണ്. അതിന് ഇത് പകുതിയാക്ക്. അമ്മാടെ 4 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാ പോരെ. മറ്റേ എനിക്ക് ഇതാ ടേസ്റ്റാണ് ചോക്കത്. ഇവിടെ
ഇതൊക്കെ ഞാൻ തന്നെ ഒരുക്കണം, ഞാൻ തന്നെ ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ വാങ്ങി സാധനം ഇങ്ങനൊരു പണിയാട്ടെ. ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിട്ടു. ആ ഇപ്പൊ എന്തായി? മോഡലായി. ഇപ്പൊ മോഡലായി. ഇങ്ങനെ കൊടുക്കും വേണം കടക്കാര് കാണാണെങ്കിൽ, ഇങ്ങനെ കൊടുക്കണ്ടി അല്ലേ? ചലഞ്ച് ബോധ്യം. വെള്ളം കുടിച്ചാൻ പാടില്ല. വെള്ളം കുടിച്ചാ തിന്നണം. ആരാ വെള്ളം കുടിച്ചെന്ന് വെച്ചാല് ഓല് അടുത്ത ദിവസം വാങ്ങിത്തരാം. അടുത്ത ദിവസം മീൻസ് ഉദ്ദേശിക്കുന്നത് നാളെയാണോ? നാളെ അടുത്ത ദിവസം വരുമ്പോ നാളെ അല്ല ഇപ്പൊ തന്നെ വാങ്ങിത്തരാം. പറ്റില്ലേ? എന്നാ നീ കെച്ചപ്പ് വെച്ച് കെച്ചപ്പ് വെച്ചണം. ട്രൈപ്പാഡ് എടുത്താൽ മതി. എന്നാ ഇവിടെ എവിടെയും വെക്കേനി. ട്രൈപ്പാഡ് മൈക്കൊന്നും ഇട്ടില്ല. എനിക്ക് കെച്ചപ്പ് ഇങ്ങനെ 4 കെച്ചപ്പ് ഒന്നല്ല. അതാ ഇതൊക്കെ എന്റെ ഒഴിച്ചാടാ. എനിക്ക് വേണ്ടല്ലോ, ഞാൻ ഒഴിച്ചേരാം. എന്നാലും ശരിയാളൂ. അത് കുടിച്ചോ. ഈ മുതലെല്ലാം കണ്ടോ? ഒരു കഥ വേറെ വീഡിയോ കൂടി വരാണ്ട് കേട്ടോ. ഞാൻ മുട്ടുണ്ട് വിട്ടിട്ട് ഓല് കാണൂലല്ലോ. ഞാൻ വിടണ്ട, എന്നാലല്ലേ കാണുള്ളൂ. വേണ്ട, ഞാൻ മെൻഷൻ ചെയ്ത് വിട്ടോളാം. കമന്റിൽ ഇട്ടാ മതിയല്ലോ. ഞാൻ വിട്ടരാ കേട്ടോ. ഒരാൾ കടന്നിറങ്ങിയ സ്ഥലത്തെ ഇപ്പൊ പുല്ല് പോലും ഇല്ലെന്ന് പറഞ്ഞേ. ആ പുല്ല് പുതിയത് ഇതാക്കിയാടി, പഴയത് ഇതാക്കിയാണ്ട് പുതിയത് തരാനാണ്. അതായത് നായിനെ തൊട്ട ഏട്ടം കുറിച്ച് കടന്നപ്പോ ആ പുല്ലെന്നെ ആ വെട്ടിട്ടില്ല. ആ ഓലിനോട് പറഞ്ഞു ഞാൻ വെട്ടണം എന്നുള്ളത്. ആര് വരതിയ പറഞ്ഞു ആ വെട്ടണം. അനക്ക് മതിയോ? അച്ചു മതി. അറിയില്ല എനിക്ക് എത്ര മതി. ഇവിടക്കാണോ ബാർബിക്യൂ സോസില്ലേ? ഫസ്റ്റ് ഞാൻ കഴിച്ചാ. ഇപ്പൊ ഞാൻ കഴിച്ചില്ലേ. ക്യാമറ ഇട്ടിട്ടല്ലോ. ഇത് കഴിച്ചോ? ഞാൻ കഴിക്കണം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് വെള്ളം കുടിച്ചാനില്ല. പെപ്സി വേണ്ട, തുറന്നേക്കും. മൂടിയല്ല കീസിന്ന്. വേറെ കേട്ടോ, ഞങ്ങൾ ഇഷ്ടം ബീച്ചിന് തരാണ്. നല്ല വൈബാണ്, നല്ല തണുത്ത കാറ്റ് അല്ലേ? ഇവിടെ തണുപ്പ് വന്നാണ്. തണുത്ത കാറ്റ്. നാട്ടിലത്തെ 11 മണി. അത് വൈകുന്നതാണ്. നാട്ടിൽ 1:30 ഉണ്ടാവും. 1:30 2 മണിയായി. കുറച്ച് ബംഗാളികൾ സൈക്കിളുമ്പോൾ പോകാൻ കണ്ടില്ല. എൻജോയ് അല്ലേ? എന്താ വിട്ടിരിക്കണേ? അന്ന് വിട്ടിരിക്കണേ. ഇതിപ്പോ ഒരാള് തിന്നോ? ഞാൻ തരം തിന്നു. പക്ഷെ വേറെ ഒന്നും കേട്ടോ, എന്റെ ഒന്നും കഴിഞ്ഞില്ല. ഇവിടെ ഭക്ഷണം കഴിച്ചു തരാണല്ലോ. 2 മതിയായി. പോയി ഭക്ഷണം കഴിച്ചു തരുന്ന ആള് 2. ഞാൻ കഴിച്ച, ഞാൻ ഉച്ചക്ക് കഴിച്ച. ചെറിയ മാത്രം. ഇനി ഫുള്ള് ഞങ്ങൾ കാണിച്ചു തരുന്നില്ല. പക്ഷെ പെപ്സി കണ്ടുപോയോ? ഇവിടെ ഉണ്ട്, വേറെ സാധനമില്ല. എന്നിട്ട് ബോറടിപ്പിച്ചാണ്. അത് ഇന്നലെ ഇങ്ങനെ കാണിച്ചാണ് ബോറടിച്ചാണല്ലോ. ഇത് പൊട്ടിച്ച അപ്പം ഞാൻ വീഡിയോ ഓണാക്കും. നീണ്ട ഒരു 10 മിനിറ്റിന് ശേഷം വലിയ മുട്ടിയോ 2 ഇങ്ങോട്ടേക്ക്. ഇന്റേത് 1 കഴിഞ്ഞപ്പോ എൻ്റെ അത്രയില് 3. ഫുഡ് കഴിച്ചു വന്നാലേ ഇപ്പൊ അങ്ങനായി. അപ്പൊ ഞാൻ എഴുതി വണ്ടിയാണ് പോട്ടെ എഴുതി. ഇപ്പൊ വണ്ടി വലിയ മുട്ടി അളവാണോ? അതെ, അപ്പോഴും പൊടിയില്ല. അക്സെപ്റ്റ് ചെയ്യണം. ചെയ്യണം. അത് ബറാബറ എത്താട്ടോ. 100 100 നമുക്ക് അങ്ങനല്ല. അല്ലാതെ വലിയ മുട്ടിണ്ട്. പല്ല് ഉപയോഗിച്ചാ ഈ ലാസ്റ്റത്തെ മാവുണ്ടല്ലോ, അത് കട്ടിയ കാലം. അതൊന്നും നമ്മൾ പണ്ട് കഴിച്ച ബാക്കി കാര്യം പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോ പതിയെ കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാലും ഫസ്റ്റ് അങ്ങനല്ലല്ലോ കണ്ടീന്.
പിന്നെ ഫിനിഷിലേക്ക് എത്തുമ്പോ അപ്പൊ പതിയൊന്നും ചെയ്യണല്ലോ. ഇജത്താഴ്ച ഒന്നൊരാൾ തിന്നോ, ഇജ്ജ് തിന്നോ? തിന്നൂലേ? തിന്നൂല? ചലഞ്ചായിട്ട് തിന്നോ? 100 രൂപ പോലെ. പക്ഷെ ഞാൻ തിന്നുട്ടോ, ഞാൻ ഇതിന്റെ വലുതേരെ തിന്നിന്. ഞാൻ തിന്നും, പക്ഷെ എന്താ വെച്ചാല് നമ്മളിത് പ്രിപ്പയർ ആണ്. നമ്മക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മളങ്ങനെ ഇങ്ങനെ തിന്നു. അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കാട്ടിയത്. നാട്ടിയത് അവിടെ നാട്ടാൻ നമ്മളെ കൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മള് പെരുന്നില്ല, പുറത്തൊന്നല്ല. ഈ പെരക്കാര് കമന്റ് ഉണ്ടാവും, അത് ശരിയാണ്. ചിലവര് ചോദിക്കുന്ന കമന്റ് നമ്മൾ മാത്രമുള്ള വീഡിയോകള് കുറച്ച് കാലത്ത് ഇല്ലേനല്ലോ. അപ്പം അതെല്ലാന്ന് പറയാം, അന്ന് നമുക്ക് ഒഴിവുണ്ടായി എന്താ കുറേ സമയം പോയില്ല. അല്ല, നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഒന്നിച്ചാണ്. ഇനിയിപ്പോ അങ്ങനത്തെ ഉണ്ടാതെ ഇനിയിപ്പോ എന്തെല്ലാം ഇനി വരാണ്ട് നമ്മൾ നോക്കിയൊന്നും കാര്യം. അങ്ങനെ വെള്ളം കുടിക്കാതെ വന്ന് വാശിയോടെ ആരാദ്യം തീർക്കും അങ്ങനെ ഉണ്ടോ? ആരാദ്യം തീർക്കും അങ്ങനെ ഉണ്ടോ? വലിയ കുറ്റവും ആദ്യം എൻ്റെ ഒന്നേ ഉള്ളൂ, എൻ്റെ തൊള്ളിയിലുണ്ട്. ഈ ഒന്ന് കഴിഞ്ഞാലല്ലേ ഇപ്പൊ 100 റിയാൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കിട്ടൂല, അങ്ങനെ കഴിഞ്ഞാൽ കിട്ടും. ബറാബറാവില്ലേ? ലാസ്റ്റ് ഒരു ചെമ്പ് ബിരിയാണി എന്നുകൊണ്ട് തന്നെ ഓണി ലാസ്റ്റ് ബാർബിക്യൂ കൊണ്ട് അപ്പോഴാണ് ആ ടേസ്റ്റോടെ നിൽക്കുള്ളൂ. പോവും എന്താ പോവും അല്ലെങ്കിൽ കേട്ടോ. എന്താ അത് ഇവിടെ എന്റെ കണ്ണിൽ കാഴ്ചമ്മയുണ്ടോ? അയ്യാ ഇതിന്റെ മറുന്നേ കണ്ണിന് കൊക്കാണെന്നൊക്കെ പറഞ്ഞാണ്ട് അതിൽ അറിയാനുള്ള നോക്കൂല. സത്യം ആയിക്കോ, ഞാൻ കണ്ടു ആ ബീസ്മാൻ കണ്ടോ നമ്പമാട്ടെ ആരും നമ്പാലും നമ്മളെ നമ്പാൻ പാടില്ല. മാച്ച് അയക്കാം. ഞാൻ ഇങ്ങനെ പറ്റും, ഇങ്ങനെ ഉണ്ടോ ഫിനിഷ് ചെയ്യാം. അപ്പം പെപ്സി എനിക്ക് പെപ്സി ഇല്ല, എനിക്ക് പെപ്സി ഇല്ല. ആദ്യം കഴിഞ്ഞു, ഞാൻ ഇന്ത്യ കഴിഞ്ഞു, എനിക്ക് പെപ്സി ഇല്ല. ഇത് വെള്ളം കുടിക്കാതിരിക്കോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായോ? അവൻ ഫുള്ള് മുണുങ്ങിയേക്കാണ്, ഞാൻ ഫുള്ള് ചമച്ചരച്ച് നിൽക്കാണ്. ഫസ്റ്റ് മുങ്ങിയല്ലോ, വീഡിയോയിലുണ്ടല്ലോ, ഫസ്റ്റ് മുങ്ങിയല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും വെള്ളം കുടിക്കാതെ ഒരു പിസ്സ കംപ്ലീറ്റ് ചെയ്തു. ഇട്ടിട്ടാണ് അതിന്റെ അടിയിൽ അഥവാ വെള്ളം കുടിച്ചാല് പല പൈസ പോകും, അതുകൊണ്ട് തിന്നാണ്. എന്ത് സത്യം ഇപ്പത്തെ അവസ്ഥയില് 100 പറഞ്ഞാല് നടക്കൂല. അതുകൊണ്ട് തന്നെ ഞാനും നിന്ന് വെള്ളം കുടിച്ചാൽ അതിന്റെ അടിയിലാണെങ്കിൽ കുറച്ചൊരു വെള്ളം കിട്ടിയാന്ന് വരും. 100 രൂപേന്റെ വെള്ളം കുടിച്ചാൽ 2000 രൂപ പോകും. അപ്പൊ ഏതായാലും ഞങ്ങള് പെപ്സി പൊട്ടിക്കാണ്. അപ്പൊ എല്ലാവരോടും വീഡിയോ എന്താ കാണാത്ത ചോദിച്ചാൽ വീഡിയോ വരും. അപ്പൊ ഇതെങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടാണ്. ഇവനെ സ്വീപ്പാക്കണ മാത്രമേ വീഡിയോ. അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.